ശ്രീ രാജു പി നായർ, യു ടേൺ ഫ്രണ്ടായി മാറിയിട്ടുണ്ടോ ഈ 100 ദിവസം? ഈ 100 ദിവസം കൊണ്ട് UDF സമ്പാദിച്ച പേര് അതുമാത്രമാണോ? ഈ അവസാനം ഉന്നയിച്ച ആരോപണത്തിലേക്ക് നമുക്ക് അദ്ദേഹം ആ വീഡിയോ അയക്കുമ്പോൾ വരികയും ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് ആ തലക്കെട്ട ക്യാപ്ഷൻ അങ്ങനെയല്ല എന്നു തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. യു ടേൺ ഫ്രണ്ടാണോ? അല്ല, ഒന്ന് സത്യത്തിൽ ഇവരാലോചിക്കേണ്ടത് അവരാണോ യു ടേൺ അടിച്ചത് അതോ UDF ആണോ എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ നേരത്തെ പ്രതിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 100 ദിവസം ഈ പ്രതിപക്ഷം ചെയ്തത് എന്താ? ഈ പ്രതിപക്ഷം നുണയുടെ കൊട്ടാരം സർക്കാരിനെതിരെ കെട്ടിപ്പോക്കാനല്ലേ ശ്രമിച്ചത്? വിഴിഞ്ഞത്തിനെതിരെ ഇവർ അദാനിയുമായിട്ട് ഡീലുണ്ടാക്കി, അദാനിയുമായി ഇതുകൊണ്ട് അവരുടെ ഓഹരി കൈമാറ്റം നടത്തി എന്നുള്ളത് ഒരു ഇത് കൊണ്ടുവന്നു. നടത്താത്ത ഓഹരി കൈമാറ്റം ഇപ്പോഴും നടന്നിട്ടില്ല. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അവസാനം ഇവരുടെ പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പ് ഉയർന്ന് ആ വിവാദം ഇട്ടിട്ട് തിരിഞ്ഞോടിപ്പോകേണ്ടി വന്നത് ആർക്കാണ്? യു ടേൺ ആരാ അതിനകത്ത് അടിച്ചത്? PM ശ്രീയെ സംബന്ധിച്ച് ഇപ്പോൾ രാജ്യസഭയിൽ പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. വെറുതെ സാങ്കേതികത്വത്തിൻ്റെ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ശ്രീ ഗോപനോട് ചോദിച്ചു, ഈ MOU ഒപ്പിട്ടതിലെ ഏത് ക്ലോസ് പ്രകാരമാണ് സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുന്നത് എന്ന് ശ്രീ ഗോപനോട് ഞാൻ വെല്ലുവിളിച്ച് ചോദിച്ചു. അദ്ദേഹം ഇന്നലെയും പറഞ്ഞില്ല, ഇനി പറയുമോ എന്ന് നമുക്ക് നോക്കാം. ഏത് ക്ലോസ്? രാജ്യസഭയിൽ കൊടുത്തൊരു മറുപടിയാണ്. അത് ഒരു സാങ്കേതികത്വം മാത്രം പറയട്ടെ. ഇവർ പറയുന്നത് ഏത് ഘട്ടത്തിലും പിന്മാറാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഏത് ഘട്ടത്തിലും പിന്മാറാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? നമ്മളെന്തായാലും ഇപ്പോൾ സ്കൂളിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. PM ശ്രീയുടെ രീതി അതാണല്ലോ. MOU കഴിഞ്ഞാൽ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കണം, എന്നിട്ട് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യത്തിന് പണം കൊടുക്കും. ഈ പണം കൊടുത്തതിന് ശേഷം പിന്മാറാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇപ്പോൾ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള സാങ്കേതികത്വത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2024 മുതൽ ഈ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷം വരുന്നതാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPIക്കെതിരെ ഒരു പ്രസ്താവന നടത്തി. ആ CPIക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയതിൽ ശിവൻകുട്ടി പറയുന്നതാണ്, PM ശ്രീ വിഷയം അവതാളത്തിലാക്കിയത് CPI ആണ്. PM ശ്രീ അവതാളത്തിലാക്കിയത് CPI. എന്താ PM ശ്രീ കഴിഞ്ഞ പ്രാവശ്യം CPI ഉൾപ്പെടെ മന്ത്രിമാരറിയാതെ പോയി ഒപ്പിട്ടതിന് ശേഷം അത് CPI ഇവരുടെ പാർട്ടി ജനറൽ സെക്രട്ടറി അറിഞ്ഞില്ല, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം CPI പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇവർ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തില്ല. എന്താ അപ്പോൾ V ശിവൻകുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം? CPI ആ പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്ത് PM ശ്രീ മര്യാദയ്ക്ക് പോകുമായിരുന്നു. ഇവർ ഇത്രമാത്രം ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ആരാ യു ടേൺ അടിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിൽ നുണകൾ പൊക്കിക്കൊണ്ട് പെരുന്നുണയനായൊരു പ്രതിപക്ഷ നേതാവ് ശ്രീ പെരുന്നുണയൻ പിണറായി വിജയൻ ഇങ്ങനെ ഈ പറയുകയാണ്. ഇവരുടെ വിശ്വാസ്യത സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 100 ദിവസം ഇത്ര വലിയൊരു പരാജയം കിട്ടിയതിനു ശേഷം പ്രതിപക്ഷത്തിന് വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ കഴിയണമായിരുന്നു. പ്രതിപക്ഷത്തിന് ആ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ കഴിയില്ല. ശ്രീ രാജു പിനാർപ്പോൾ VD സതീശനെതിരെ നുണയൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനോട് കോൺഗ്രസിന് വലിയ അതൃപ്തിയുണ്ട്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നതിനെ പോലും. ഇപ്പോൾ രാജു പിനാർ കോൺഗ്രസിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. ആ നിലയ്ക്ക് വ്യക്തിപരമായി പേരെടുത്ത് വെച്ച് പറയാമോ? എനിക്ക് ഒരിക്കലും വ്യക്തിപരമായി പെരുംനുണയൻ എന്നുള്ള വാക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ചെയ്യാൻ പാടില്ലാത്തത്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ഈ പഴയ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടേക്ക് V ശിവൻകുട്ടി മുതൽ P രാജീവ് മുതൽ MP രാജേഷ് മുതൽ AK ബാലൻ മുതൽ നിരന്തരമായിട്ടുള്ള ഇവരുടെ ഈ സൈബർ അണികൾ ഉൾപ്പെടെയുള്ള സംവിധാനം ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നുണയനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ചർച്ചകൾ ഡൈനാമിക് ആണല്ലോ മാധു. അപ്പോൾ ഇവരൊരു വലിയ നിരം നിന്നിട്ട് VD സതീശൻ നുണയനാണ്, നുണേശൻ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വന്ന് പിണറായി വിജയൻ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്, അസത്യമാണ്, അതല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ? അപ്പോൾ ഈ നുണയം കാണിച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളെ നുണയെന്ന് വിളിക്കുന്നവനെ പെരുന്നുണയൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. രാഷ്ട്രീയത്തിൽ ഡൈനാമിക്കായിട്ട് എടുത്താൽ മതി. ഇവർ നുണയൻ എന്ന് പറയുന്നത് നിർത്തട്ടെ. അപ്പം ഞാൻ പെരുന്നുണയൻ എന്ന് വിളിക്കുന്നത് ഞാൻ നിർത്താം. അതിന് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ചർച്ചയുടെ ഡൈനാമിക്സ് അതാണിപ്പോൾ. മനസ്സിലായി? ഒരു സംവിധാനം മുഴുവൻ ഇവർ നുണേശൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, ഇല്ലേ? ആ നുണേശൻ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നേരിട്ടതിന് ശേഷം 35 സീറ്റിലേക്ക് ഒതുങ്ങിയെങ്കിലെങ്കിലും ഞങ്ങൾക്ക് തെറ്റി എന്നുള്ളത് ചിന്തിക്കണ്ടേ? എന്താ ഇവരുടെ ലക്ഷ്യം അറിയോ? ഇവരുടെ ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ സർക്കാരിൻ്റെയും വിശ്വാസ്യത തകർക്കുക. ആ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ഇവരിത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായതാ, VD സതീശൻ്റെ USP എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയാണ്, അദ്ദേഹത്തിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് ആണ്. അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്?
ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെയും അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ് എന്ന് ചിത്രം വരെ വരച്ച സതീശനെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ആളാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചവർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ RSS അനുഭാവിയാക്കി മാറ്റി. അപ്പോൾ തന്നെ കാക്കി കളസ് ഇടിപ്പിച്ച് നിർത്തി. മനസ്സിലായില്ലേ? ഇവർക്ക് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെതിരെ അവരുടെ വിശ്വാസത്തെയും സെക്യുലർ ക്രെഡൻഷ്യൽസിനെയും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഗൂഢപദ്ധതിയുടെ പേരിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചത് പറയേണ്ടി വരികയാണ്. അത് പറയും. ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ. മകളുടെ പേരിൽ കമ്പനിയിൽ ഈ ED മരവിപ്പിച്ചത് ഒറ്റ അക്കൗണ്ട് മാത്രമാണ്. 142 അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്ത വന്നല്ലോ. ഒറ്റ അക്കൗണ്ട് മാത്രമാണ് എൻ്റെ മകളുടെ മരവിപ്പിച്ചത്, അതല്ലാതെ ഒന്നും മരവിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ വിമർശിച്ചപ്പോൾ ഈ പെരുമുണേനായി 142ഓളം അക്കൗണ്ടുകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മരവിപ്പിച്ചു എന്നതാണ് വീണ വിജയന്റെ വീണയുടെ ഒരു അക്കൗണ്ട്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതുതന്നെയാണ് ഞാൻ പറയുന്നത്. വീണയുടെ ഒറ്റ അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചത് എന്ന് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് 142 അല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പെരുന്നുണയനായ പിണറായി വിജയൻ പറഞ്ഞോ, ഒന്നല്ല 2 ഉണ്ട്. എൻ്റെ മകളുടെ പേരിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, അവരുടെ 17 ലക്ഷം രൂപയും കൂടി മരവിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ പെരുന്നുണയൻ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം നുണയൻ ആരാന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കൂ, ഞാൻ ആ പരാമർശം നടത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എല്ലാവരും പരിണിതപ്രജ്ഞരായ നേതാക്കളാണ്, പക്ഷെ എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ ചർച്ച നയിക്കുന്നത് ഞാനാണ്. എൻ്റെ ചർച്ചയിൽ അങ്ങ് പറഞ്ഞു, നേരത്തെ അങ്ങയുടെ നേതാവ് ആ തരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു, ഇനി ഉപയോഗിക്കരുത്, എൻ്റെ അപേക്ഷയാണ്. ഞാൻ എന്റെ മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഉപയോഗിക്കില്ല, ഈ ചർച്ചയിൽ ഉപയോഗിക്കില്ല. ശരി. Debate with Madhu Saji.